ഓരോന്നോരോന്നെടുത്ത് പറയാം. മുനീർ ചേറൂരിന്റെ ചോദ്യം, ജിന്നിനോടും മലക്കിനോടും സഹായം തേടൽ ശിർക്കാണോ അല്ലേ? ആണെങ്കിൽ വിജനമായ സ്ഥലത്ത് വെച്ച് ജിന്നിനോടും മലക്കിനോടും സഹായം തേടുന്നതിൽ അഭൗതികതയില്ല എന്ന അബ്ദുൽ ജബ്ബാറിന്റെ പരാമർശം ശിർക്കാവില്ലേ? എന്തിനാണ് ശിർക്കായ കാര്യം മുജാഹിദ് പ്രവർത്തനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്? സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള തേട്ടങ്ങൾക്കാണ് പ്രാർത്ഥന എന്ന വാദം പൊളിഞ്ഞില്ലേ? അല്ലെങ്കിൽ ശിർക്ക് അല്ലെങ്കിൽ ജിന്നിനോടും മലക്കിനോടും ഒരു കാര്യവും ചോദിച്ചാൽ ശിർക്ക് വരില്ലേ? ജിന്നിന്റെ കേൾവിക്കും കാഴ്ചക്കും അറിവിനും കഴിവിനും പരിധിയില്ലേ? എത്ര ഏതെല്ലാം കാര്യങ്ങൾ ജിന്നോടും മലക്കിനോടും ചോദിച്ചാലാണ് ശിർക്ക് വരിക, വരാതിരിക്കുക? മുനീർ ചേറൂർ, യഥാർത്ഥത്തില് ജിന്നിനെയും മലക്കിനെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങളൊക്കെ പറയുന്നു എന്നൊരു പുകമറ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ മുനീറായാലും തിരക്കടില്ല, ഹാരിസ് ആയാലും തിരക്കടില്ല, ആ ഉത്തരം ഒന്ന് കാണിക്കും. ജിന്നിനെയും മലക്കിനെയും വിളിച്ച് തേടാമെന്ന് ഞങ്ങൾ പറഞ്ഞ ഉത്തരം ഇപ്പൊ കാണിക്കണം. ഇത് കീഴിന് മുമ്പ് കൊണ്ടുവന്നോളി. പച്ച നുണയും പറഞ്ഞ് നടക്കുകയാണ്. എവിടെയാണ് ഞങ്ങളത് പറഞ്ഞത്? അത് കൊണ്ടുവരിക ഉദ്ധരണി. ആ ഉദ്ധരണി കാണിക്കുക. ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തേടാം എന്ന് എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്? ആ കൊടുത്തോളി, അത് വായിക്കും, എന്നിട്ട് വായിക്കും. ആ മുനീർ എഴുതി തന്നതിൽ പ്രാർത്ഥന എന്ന വാചകമില്ല. അത് കളവ് പറഞ്ഞതാണ്, മനസ്സിലായി. പ്രാർത്ഥന എന്ന വാചകം അതിലില്ല. സഹായം എന്നാണ് പറഞ്ഞത്. അതൊന്ന് വായിക്കാം. പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള സഹായതായിട്ടാണല്ലോ പ്രാർത്ഥന എന്നില്ല. ഇസ്തിഗാസ എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നില്ല. അല്ല, സുന്നികൾ ഇസ്തിഗാസ എന്ന് പറയുന്നത് എന്തിനെ പറ്റിയാ? നമ്മൾ തമ്മിലാണ്. അതെ, നമ്മൾ തമ്മിലാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായതേട്ടം. വൈദേശിയൊക്കെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണത് ഇസ്തിഗാസയാണ്. അപ്പൊ സഹായതേട്ടം എന്ന് ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗാസല്ലേ? അത് ശിർക്കാണ്. മലക്കിനെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. അത് അല്ലേ? അല്ലാതെ എവിടെ പറഞ്ഞത്? അത് വിളിച്ചു തേടാൻ എവിടെ പറഞ്ഞത്? വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിന്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്. ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി? ഇല്ല എന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ ചെന്നുപെട്ടാൽ അവിടെ വല്ല ജിന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ചെന്നിട്ട് നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ, മിൻ ഹൈസു ലാ തറൗനഹും ഇന്നഹു ഹുവ യറാക്കും വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹുന്ന. നിങ്ങൾ നോക്കിയാൽ കാണൂലല്ലോ. അവ നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ആളുകളല്ല അവര്. പിന്നെ ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, വേറെ ഒന്നുമില്ല, ആരും കാണാത്തൊരു സന്ദർഭത്തിൽ ഒരു ബേജാറാകുന്ന ഘട്ടത്തിൽ ഒരാൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഇവിടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മണ്ടിയേരിയോ എന്ന് പറഞ്ഞാണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വീഴുക. അപ്പൊ അയാൾക്ക് ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ അത് മലക്കിനെയാണ്, ഔലിയാക്കന്മാരെയാണ്, മരിച്ചോലെയാണ്, ജിന്നിനെയാണ്, ഷെയ്ത്താനെയാണ്, കുടുംബക്കാരെയാണ്, വാപ്പാനെയാണ്, ഉമ്മാനെയാണ്, ഇങ്ങനെ പലതും പലർക്കും വിചാരിക്കാം. ഈ വിളിച്ച ആളോ ആരാണ് എൻ്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്? അവരെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നേ നേർക്ക് നേരെ അതിന് അർത്ഥമുള്ളൂ. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഹഫലത്തിന്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട്. അത് ഹഫലത്തിനെ വിളിച്ചിങ്ങാണ്ട് എന്നെ സഹായിക്കുകയോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കും, സഹായം ചോദിക്കും ചെയ്തിട്ടല്ല അത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകളോട് ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനൊട്ട് പാടില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖ. അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും പാടില്ല. എന്നാൽ ഈ വിളിക്കുന്നത് ഇത് വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്നുള്ള നിലക്ക് ജിന്നിനോടാണ്. അങ്ങനെ നിയ്യത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാണ് നേരത്ത് ജിന്നിനെ നിയ്യത്തിട്ട് ജിന്നിന്റെ സഹായം കിട്ടാൻ. അപ്പൊ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്.
ആ വിഷയത്തിൽ തന്നെ വന്ന ചില സ്ഖലിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസിദ്ധീകരണത്തിൽ പിന്നീട് തിരുത്തിയിട്ടുമുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോൾ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിഹാസയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹ് ഗീസൂനി എന്ന്. വിളിച്ചു പറയുന്ന ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ഉദ്ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. പിന്നെ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ സമതിയത്ത്, ജിന്നുകളോടും മലക്കുകളോടും സഹായം ചോദിക്കാം എന്ന് മുജാഹിദുകൾക്ക് വാദമുള്ളതായി മടവൂരികളും അവരുടെ വാദം ഏറ്റുപിടിച്ച ചിലരും വളരെ കാലമായി വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വാസ്തവത്തിൽ ജിന്നുകളോടും മലക്കുകളോടും സഹായം ചോദിക്കാൻ പാടുണ്ടോ? ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിക്കാൻ പാടുണ്ടോ എന്നാണ് ഇപ്പോൾ ചോദിക്കപ്പെട്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതൊരു പ്രവർത്തകനെ സംബന്ധിച്ചും അറിയുന്ന ഒരു വളരെ അടിസ്ഥാനപരമായ വിഷയമാണ് ഏത് വിഷയത്തിലും സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും പരിചയമുള്ള ആരും തന്നെ അത് വിശ്വസിക്കുകയില്ല. കാരണം ഇത് തൗഹീദ് പ്രസ്ഥാനമാണ്, എല്ലാ സഹായതേട്ടങ്ങളും അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചുവിടണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. ഉദാഹരണമായി മലക്കുൽ മൗത്തിനോട് എന്റെ ആയുസ് നീട്ടിത്തരണേ എന്ന് പറയാൻ പറ്റുമോ? ഒരു മുജാഹിദിനോട് ചോദിച്ചാൽ പറയും ഇല്ല, പാടില്ല, ശിർക്കാണ് എന്ന് പറയും. അല്ലെങ്കിൽ മഴ പെയ്യിക്കുന്ന മലക്കിനോട് ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണേ എന്ന് പറയാൻ പറ്റുമോ? പാടില്ല, ശിർക്കാണ്. എല്ലാവരും പറയും. ഏത് കാര്യത്തിനും നമ്മൾ സഹായം ചോദിക്കേണ്ടത് വിജനപ്രദേശത്തായാലും ജനപ്രദേശത്തായാലും അപകടങ്ങളിൽ പെടുമ്പോഴായാലും അപകടങ്ങളിൽ പെടാത്തപ്പോഴാണെങ്കിലും ഒരു സമയത്തും ജിന്നിനോടോ മലക്കിനോടോ സഹായം ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കേണ്ടതാണ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാനം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അത് ശിർക്കാണ് എന്നാണ് ഇത്ര കാലവും മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുള്ളത്. അതിലാർക്കും ഇതുവരെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം ചില ആളുകൾ വെറുതെ ഊതി വീർപ്പിക്കുന്ന സാങ്കല്പികമായ ചില ആരോപണങ്ങൾ മാത്രമാണ്. പിന്നെയുള്ളത് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമെന്ന് വിജനപ്രദേശത്ത് വെച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണോ അല്ലേ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്ന് 10 വർഷങ്ങൾക്ക് മുമ്പ് സംഘടന പലരും മുമ്പ് തന്നെ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി ശബാബിൽ എഴുതുകയും പിന്നീട് പുസ്തകമായി 2001 2005 പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുകയില്ല എന്ന് ശബാബിൽ ലേഖനം വന്നപ്പോഴോ പിന്നീട് അത് പുസ്തകമാക്കിയപ്പോഴോ അല്ലെങ്കിൽ ഇസ്ലാഹിൽ ലേഖനം വന്നപ്പോഴോ മുജാഹിദുകൾ ആരെങ്കിലും അത് വായിച്ചിട്ട് ജിന്നിനോട് സഹായം ചോദിക്കാം, മലക്കിനോട് സഹായം ചോദിക്കാം എന്നതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇതെല്ലാം അബ്ദുസലാം സുല്ലമി ഊതി വീർപ്പിച്ച ചില സാങ്കല്പിക ദുരാരോപണങ്ങൾ മാത്രമാണ്. ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കി മുതലെടുപ്പ് നടത്തുക എന്നതല്ലാതെ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കുക എന്ന ഉദ്ദേശം യഥാർത്ഥത്തിൽ അവർക്ക് ആർക്കുമില്ല. ഈ ഹദീസ് ദുർബലമാണെന്നും ഇതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ലെന്നും ഇദാ സഅൽത ഫസ്അലില്ല, ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം എന്ന തത്വമാണ് ജനങ്ങളെ നാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഈ പറയുന്ന ആളുകൾക്കറിയാം. പക്ഷേ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതെല്ലാം മൂടി വെച്ചുകൊണ്ട് ആരോപണം കൊഴിപ്പിക്കുക മാത്രമാണ് ഇവരുടെ ഉദ്ദേശം.